കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ചത് ദുഃഖകരമായ സംഭവമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. KCBയോട് വിശദമായ അന്വേഷണം നടത്താൻ മന്ത്രി K കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നിരവധി നേതാക്കൾ സംഭവത്തിൽ അനുശോചിച്ച് രംഗത്തെത്തി. വിദ്യാർത്ഥിയുടെ മരണത്തെ പ്രതിപക്ഷവും മറ്റു ചില ശക്തികളും രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥ. സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. നമുക്ക് ഒരു കാരണവശാലും ഇതിൽ കുറ്റക്കാരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി കഴിയില്ല. സ്കൂളിന് വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ പിന്നെ ഇവർ ഈ ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടന്നത്. സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഇതിനെ ന്യായീകരിച്ചുകൊണ്ടൊന്നും ഒരു സ്കൂൾ അധികൃതരും വിശദീകരണം നടത്താൻ വേണ്ടി നിൽക്കണ്ട. വിഷയത്തിൽ KCB വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ച ശേഷം വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. KCB ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിനെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെയും 2 ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടിയന്തരമായി അന്വേഷണം നടത്തി 14 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം V ഗീത ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.